ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. തരാം ഇപ്പൊ തരാം ഞാൻ. മാമി വന്നില്ലേ? വന്നില്ല. 5 ദിവസം കൂടി ഒരു പൊടി ഉണ്ട്. ഇന്ന പിച്ചോ 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 ഓ പിച്ചോ. അവർക്ക് കുഞ്ഞോ വേണ്ട വേണ്ട ഇവിടെ വെച്ചേക്കാം. ഇന്ന കൂടാങ്കാരി അങ്കാരി ചെക്കനാണല്ലോ. ശങ്കരി ഗൗരി വന്നു. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ വന്നേ. പിന്നെ ഇന്ന് ഇച്ചിരി താമസിച്ചു കേട്ടോ. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്ന് പോയി. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മേടിച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു കേട്ടോ. നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ലിക്വിഡ് എന്താണ് തുണി കഴുകാനുള്ള ലിക്വിഡ്, പിന്നെ ഒരു ഹാർപ്പിക്ക്, നമ്മുടെ തറ തുടയ്ക്കാനുള്ള ലിക്വിഡ്, പിന്നെ ഒരു സോപ്പ്. മറ്റേ ഇന്നലെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന സോപ്പ് നമ്മൾ എടുത്തു കേട്ടോ. സോപ്പ് തീർന്നാൽ ഞാൻ മറന്നു പോകും. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മേടിച്ച് ഇങ്ങനെ എക്സ്ട്രാ വെച്ചേക്കും. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചു. ഒരുപാടൊന്നുമില്ല. സവാള, ബീൻസ്, ക്യാരറ്റ്, തക്കാളി, ഇത്ര സാധനം മേടിച്ചോട്ടോ. വേറെ ഒന്നും മേടിച്ചില്ല. അതെല്ലാം ഇനി കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കണം. പിന്നെ അമ്മ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഞാൻ ഇനി കുളിച്ച് ജപിച്ച് ഇന്ന് നമ്മൾ കുക്കർ ബിരിയാണി വെക്കാൻ പോട്ടോ. ഇന്നലെ വെച്ചില്ല. കുക്കർ ബിരിയാണി വെച്ചൊരു കുഞ്ഞ് സാലഡും ഉണ്ടാക്കാം. അതാണ് നമ്മുടെ രാത്രിയിലത്തെ ജോലി. പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള മുത്തിന്റെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കൃഷ്ണയും മോളുടെ പേര് വേറെ കൂടെ വന്ന മോളുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അവര് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ് കേട്ടോ. മുത്തിന്റെ കൂടെ സ്കൂളിൽ 10th വരെ പഠിച്ച കൂട്ടുകാരികളാണ്. അവര് ബാംഗ്ലൂരിൽ നേഴ്സിംഗിന് ചേർന്നേക്കുക. അപ്പൊ അവര് എൻ്റെ അടുക്ക വന്ന് സംസാരിച്ചിട്ടൊക്കെ പോയി. പിന്നെ വേറെ ആരെയും കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. പിന്നെ വേറെ ആരെങ്കിലും കണ്ടോ? ദൈവമേ, മറന്നു പോകുന്നതാണ്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ പ്രിയങ്ങളെന്ന് വിളിക്കുന്ന മനസ്സ് തുറന്ന് വിളിക്കുന്നതാണ്. വന്ന് നേരിട്ട് കാണുന്നവർക്ക് എന്തെങ്കിലും അതിനകത്ത് തെറ്റായിട്ട് തോന്നുന്നോ, അതെങ്കിൽ ഞാൻ വെറുതെ വിളിക്കുന്നതെന്ന് തോന്നുന്നു എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പൊ ഒരാൾ പറഞ്ഞു ഞാൻ പേരൊന്നും ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ സത്യത്തിൽ അന്നേരം ചോദിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് മാത്രമല്ല, വേറെ കുറെ ചിന്തകളുമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ ആ ലോകത്തെങ്ങും അല്ലായിരുന്നു. അപ്പൊ പുള്ളിക്കാരി വന്ന് സംസാരിച്ചു. ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എവിടെയാണ് വീടെന്നൊക്കെ ചോദിച്ചു. പേര് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. എന്നാലും ഞാൻ സംസാരിച്ചില്ല എന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ സംസാരിച്ചു. ഒരുപാട് എന്താ പറയുന്നത്, ഇന്ററാക്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പൊ അത് പ്രത്യേകിച്ച് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നോണ്ടാണ് ഞാൻ എഴുന്നേക്കാഞ്ഞത്. അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ വരുന്ന എല്ലാവരുടെ അടുത്ത് പോയി നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ആ കുട്ടി ആ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നോട് പേരൊന്നും ചോദിച്ചില്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ വലിയ സ്നേഹത്തോടെ തന്നെയാണ് കമന്റ് ഇട്ടിരുന്നത്. ഇനിയും വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയും വരണം, നമുക്ക് കാണണം. ഈ പരാതിയെല്ലാം ഞാനപ്പൊ തീർത്തിരിക്കും കേട്ടോ. അപ്പൊ അതിന് താഴെ ഒരാൾ വന്നൊരു നിഹാരിക എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ജാടയാണ്, ഈ കാണുന്ന പോലെ ഒന്നും അല്ലെന്ന് കേട്ടോ. സത്യമായിട്ടും ജാട കൊണ്ടൊന്നും അല്ല. എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഓർക്കത്തില്ല, ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ചിന്തയിലായിരിക്കും, ചിലപ്പോൾ അവിടെ തിരക്കായിരിക്കും. അതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു ഇത് വന്നെങ്കിലേ ഉള്ളൂ. മനുഷ്യനല്ലേ പുള്ളേ. അല്ലാതെ എനിക്ക് എന്റെ പ്രിയങ്ങൾ എന്നെ കാണാൻ വരുന്ന ആരോടും ഒരു ചെറിയൊരു വിഷമം പോലും ഉണ്ടാക്കരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാണ് നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. പിന്നെ എന്തെങ്കിലും കുഴപ്പങ്ങൾ, വിഷമങ്ങൾ എന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അത് മനഃപൂർവ്വമല്ല. ആര് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല. എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ നിഹാരിക ആ കമന്റ് ഇട്ട നിഹാരികയോട് പോലും എനിക്കൊരു ദേഷ്യവും ഇല്ല, എനിക്കൊരു ജാടയും ഇല്ല.
ജാട ഇല്ല എന്നുള്ളത് ഞാൻ 100% ഉറപ്പിച്ച് തന്നെ പറയും. പിന്നെ എന്നെ കാണുമ്പോൾ ഞാൻ വലിയ ജാടക്കാരിയാണ്, അഹങ്കാരിയാണെന്നൊക്കെ തോന്നുന്നത് എന്റെ തെറ്റല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെയാണ്. ആരും അതുകൊണ്ട് പിണങ്ങുകയും ദേഷ്യപ്പെടുകയും ഒന്നും വേണ്ട. എന്റെ ചക്രമുത്തുമണികളാണ് നിങ്ങളെല്ലാവരും. ഞാൻ ഒരു ദിവസം നിങ്ങളോട് എന്തെങ്കിലും ഒന്നും അകൽച്ച കാണിച്ചു എന്ന് വെച്ചാൽ എന്റെ സിറ്റുവേഷൻ എന്തെങ്കിലും അതിനകത്ത് അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും, അതുകൊണ്ടായിരിക്കും കേട്ടോ. അല്ലാതെ നിങ്ങളോട് എന്തിനാണ് എനിക്ക് ദേഷ്യം, എന്തിനാണ് അകൽച്ച? നിങ്ങൾ സ്നേഹം കൊണ്ടാണ് എന്റെ അടുക്ക വരുന്നതും എന്നോട് മിണ്ടുന്നത്. അങ്ങനെയുള്ളവരോട് ഞാൻ ജാട കാണിക്കാൻ ഞാൻ ആരുവാ? അപ്പൊ ഞാന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. എന്നിട്ട് നമുക്ക് അടുക്കളയിൽ നിന്ന് അത്താഴമൊക്കെ റെഡിയാക്കണം. ഇന്ന് ഇച്ചിരി താമസിച്ച് 7 മണി കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ഇതെല്ലാം ഒന്ന് പെറുക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ട് നമുക്ക് വരാം. ചിക്കൻ ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടാണ് കുളിക്കാൻ പോയത് കേട്ടോ. ഇതാണ്, ഇത്രയേ ഉള്ളൂ. നമുക്കതങ്ങ് അടുപ്പയിൽ വെക്കാം. എന്നിട്ട് നമുക്കൊരു കുഞ്ഞ് സാലഡ് ഉണ്ടാക്കാം. പപ്പടം ഇരിപ്പുണ്ട്. പിന്നെ ഇന്ന് വളരെ വളരെ യാദൃച്ഛികമായിട്ട് ഒരു സംഭവം ഉണ്ടായി, ഒരു സന്തോഷമുണ്ട്. എന്തുവാന്ന് ഞാൻ പറയാം കേട്ടോ. വേറെ ഒന്നുമല്ല, ഇന്ന് വളരെ യാദൃച്ഛികമായിട്ടൊരു സംഭവം ഉണ്ട്. ഞാന് എന്താണ് ഈ ലോട്ടറി എടുക്കാന്ന് പറയുന്ന പരിപാടി എനിക്ക് അത്ര വിശ്വാസമില്ലാത്ത കാര്യമാണ്. പക്ഷെ നമുക്ക് ഈ വയ്യാത്തവരും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ, അവരൊക്കെ ലോട്ടറി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ 40 രൂപയുടെ ലോട്ടറി കിട്ടും. ഞാൻ എടുക്കാറുണ്ട്. അപ്പം അല്ലാതെ ഞാൻ അങ്ങനെ സ്ഥിരം ലോട്ടറി എടുപ്പുകാരിയൊന്നുമല്ല. പക്ഷെ നമുക്ക് അവിടെ സ്ഥിരം ഒരാളുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഞാൻ ആഴ്ചയിൽ ഒരിക്കലോ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ 40 രൂപ ടിക്കറ്റ് എടുക്കാറുണ്ട്. അതിൽ കൂടുതലൊന്നും എടുത്തിട്ടില്ല, എടുക്കത്തുമില്ല. അപ്പൊ ഇന്ന് അദ്ദേഹം അതുവഴി പോയപ്പോ ലാസ്റ്റ് ടിക്കറ്റ് ആയിരുന്നു, ഒരു ടിക്കറ്റ് എനിക്ക് തന്നിട്ട് പോയി. അതിന് എനിക്ക് ലോട്ടറി അടിച്ചു. ഉച്ച കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോ വിനു ആണ് നോക്കിയത്. വിനു അപ്പൊ ആ നമ്പർ കണ്ടപ്പോഴേ പറഞ്ഞു എനിക്കിത് ഈ നമ്പർ അടിക്കുമെന്നൊക്കെ വിനു അവിടുന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഞാനിതൊന്നും കേട്ടില്ല. ഞാൻ വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ആയിട്ടിരിക്കുവായിരുന്നു. കൊച്ചോളുണ്ടായിരുന്നു, കൊച്ചോളോടാണ് പറഞ്ഞത്. അപ്പം റിസൾട്ട് വന്നപ്പം 3 മണിയൊക്കെ കഴിയുമ്പോൾ റിസൾട്ട് വരുമല്ലോ. അപ്പൊ വെറുതെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് നോക്കാൻ നേരത്ത് വിനു ആദ്യമേ പറഞ്ഞിട്ട് നിനക്ക് 5000 രൂപ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പം വെറുതെ എന്നെ കളിയാക്കി പറയുന്നതാണ് എന്ന് വെച്ചാല് നമ്പരൊക്കെ ഒന്നും കണ്ടില്ലല്ലോ. പക്ഷെ ഇടയ്ക്ക് അവർ ലോട്ടറി ഞാൻ ലോട്ടറി എടുത്തിട്ട് അവിടെ തന്നെ വെച്ചേക്കുമായിരുന്നു. അപ്പം അത് നോക്കിയായിരുന്നു ആ നമ്പർ, അതുകൊണ്ട് പറഞ്ഞതാ അങ്ങനെ. എന്ത് ഇത്രയും താമസിച്ച്? അപ്പൊ ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതാണ് ഞാൻ പറയാൻ വന്നത് കേട്ടോ. പിന്നെ മോനിക്കുട്ടിന് എന്തോ തുമ്മുന്നേ? കുറച്ചു നേരം ആയല്ലോ. പ്രതീക്ഷിക്കാതെ നമുക്ക് ഒരു സന്തോഷം വന്നു. അതാണ് ഞാൻ എന്റെ പ്രിയങ്ങളോട് പങ്കുവെച്ചെന്നേ ഉള്ളൂ കേട്ടോ. നമുക്കിത് എളുപ്പം നിങ്ങൾ വെക്കാം, കാരണം എനിക്ക് വിശക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇതില് പൈസ കൊടുക്കുന്നത്. ചുമ്മാ ഒരു കളറിന് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുവാണ്. മഞ്ഞപ്പൊടി ഇട്ടില്ലേ കുഴപ്പമൊന്നുമില്ല. ചിക്കൻ ഇടാം. ഇത് വെച്ചിട്ട് സാലഡ് എടുക്കാവേ. ബസുമതി അല്ല, ജീര റൈസ് ആട്ടോ. എനിക്ക് ബസുമതി റൈസ് വെച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ജീര റൈസ് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നി. ഇതിന് 1.5 ഗ്ലാസ് അരിയായിട്ടത്. ഇതിന് ഞാൻ 3 ഗ്ലാസ് വെള്ളം, 1.5 ഗ്ലാസ് അരി 3 ഗ്ലാസ് വെള്ളം. അത് മസാല ഇരുന്നുകൊണ്ട് ആ പാത്രത്തില് ഒഴിച്ച് വെള്ളമേ. ഇച്ചിരി മല്ലിയില ഇടുന്ന കാണുമ്പോ എല്ലാവരും വഴക്ക് പറയും വിഷം അടിക്കുന്നതാണ് മല്ലിയിലയില്. പക്ഷേ നമ്മള് അതിന്റെ മണം ഇല്ലാതെ പറ്റാത്തത് കൊണ്ട് കുറേ കഴുകിയൊക്കെ എടുക്കുന്നത്.
ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാം. ഒരു ക്യാരറ്റും 2 പച്ചമുളകും എടുത്ത് 2 തക്കാളി. ഇത് കേടാട്ടോ, നാടൻ തക്കാളിയായിരുന്നു, പക്ഷെ കേടായിപ്പോയി. സാലഡ് ഉണ്ടാക്കാൻ ക്യാരറ്റ് അരിഞ്ഞ് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 തക്കാളി. പിന്നെ ഇത് വാടിപ്പോയി കേട്ടോ, ഇത് ക്യാപ്സിക്കം. എന്തായാലും നമ്മള് കളയൂല. ഇന്നലത്തെ വീഡിയോയില് മുത്തില്ലായിരുന്നു, ഇന്ന് നമുക്ക് മുത്തിനെ വിളിക്കാട്ടോ. മുത്തിപ്പൊ വിളിച്ചായിരുന്നു. പിന്നെ രാത്രിയില് ബ്രെഡ് റോസ്റ്റ് ചെയ്ത് കഴിക്കാന്. അപ്പൊ അത് ഞാൻ ഇവിടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കാൻ വിളിച്ചായിരുന്നു. അപ്പൊ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. നമുക്കപ്പോഴത്തേക്ക് അത്താഴമൊക്കെ കഴിക്കാം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് അങ്ങനെ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. ചെന്നു, ജോലിക്ക് കയറി കേട്ടോ. അപ്പോ വിശേഷങ്ങളൊക്കെ തിരക്കി എല്ലാവരോടും സ്നേഹം. ഞായറാഴ്ച നമ്മൾ ഇവിടെ എല്ലാം വീടിനകമെല്ലാം ക്ലീൻ ചെയ്ത് തന്നു. മുറ്റമൊന്നും തൂത്തിട്ടില്ല കേട്ടോ, സമയം ഒത്തിരി ആയായിരുന്നു, സന്ധ്യ ആയായിരുന്നു. അപ്പൊ ഇന്ന് വന്ന് മുറ്റമെല്ലാം വൃത്തിയാക്കി അടിപൊളിയാക്കി കേട്ടോ. എല്ലാം വൃത്തിയാക്കി തൂത്ത് റെഡിയാക്കി. ഈ ഒരു വിസിലോടുകൂടി നമ്മുടെ കുക്കർ ബിരിയാണി റെഡി. സാലഡ് റെഡി. ക്യാമറ ഓഫ് ആയിപ്പോയി, ഞാൻ കണ്ടില്ല. ഇതൊക്കെ ചേർക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സോറി. നമ്മുടെ സാലഡ് നമുക്ക് കഴിക്കാം. ഫാൻ ഫുൾ സ്പീഡിൽ ഇട്ടിട്ട് പുതച്ച് മുടി കിടക്കുക. കഴിക്കാം. ഏതാണ്ട് തണുത്തതെടുത്ത് കഴിച്ച, അതാ ചുമക്കുന്നത് കേട്ടോ. കഴിക്കാം. അമ്മമ്മയ്ക്ക് വേണ്ട, നമുക്ക് കഴിക്കാം. മോനുകുട്ടന്റെ ഒരു നോട്ട് ബുക്ക് പൊതിയാനുണ്ട് കേട്ടോ. EVSന്റെ നോട്ട് ബുക്കാണേ. മോനുകുട്ടന്റെ EVSന്റെ നോട്ട് ബുക്ക് കാണിക്കട്ടെ. നോട്ടെല്ലാം എഴുതി വെച്ചേക്ക. ബുക്ക് പൊതിഞ്ഞിട്ടില്ലായിരുന്നു, പുതിയ ബുക്കാട്ടോ. നമുക്ക് അപ്പം മോനുകുട്ടന്റെ നോട്ട് ബുക്ക് നമുക്ക് അങ്ങോട്ട് പൊതിയാം. ഇല്ല, ഇത് വെച്ചല്ലേ എല്ലാ ബുക്കും പൊതിഞ്ഞേക്കും. എന്തുവാ അത് പൊതിയല്ലേ? മുമ്പാങ്ങോ കൊല്ലുവല്ലേ ഇപ്പൊ? അമ്മയോട് കാണിച്ച്. അമ്മ എവിടുത്തെ പ്രധാനമന്ത്രി? ഇവിടുത്തെ പ്രധാനമല്ല അമ്മ, അമ്മക്ക് എവിടെ നമ്മള് ഇന്നലെ ആണെങ്കിൽ ഞാന് കുക്കർ ബിരിയാണി വെക്കാൻ നേരത്ത് അമ്മ വരത്തില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇന്ന് ആണ്. അമ്മ ഇന്ന് നമ്മളെ ചതിച്ചു. അമ്മ കഴിച്ചിട്ട് അടൂരെ പ്രസന്ന ചേച്ചിയാണ് നമുക്ക് ഇനി സ്ലീപ്പിന്റെ പ്രധാന ആള് കേട്ടോ. ചേച്ചിയാണ് ചേച്ചി ഒത്തിരി പ്രയാസപ്പെട്ടത് നമ്മളെ എത്തിക്കാൻ വേണ്ടിട്ട്. അത് ഞാൻ പറയാൻ പറഞ്ഞു. ചേച്ചി അടൂരെ ചേച്ചി
ചേച്ചിയുടെ മോള് പാലക്കാടാണ് കേട്ടോ. ചേച്ചി അവിടെ പോയപ്പം നമ്മുടെ ലക്ഷ്മി ചേച്ചിയില്ലേ, ആ ലക്ഷ്മി ചേച്ചിയെ കാണാൻ പോയി. ചേച്ചിയെ പോയി കണ്ടു കേട്ടോ. ഇവരുടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ ഫോട്ടോ എടുത്ത്, വീഡിയോ ഇല്ല ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തന്നെ കേട്ടോ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു ലക്ഷ്മി ചേച്ചിയെ. അപ്പൊ ഞാൻ ചേച്ചി പ്രസന്ന ചേച്ചി പോകുന്നെന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ചേച്ചി എന്നോട് നമ്പറൊക്കെ മേടിച്ച് ബുക്ക് പൊതിയുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എന്താ എനിക്ക് അറിയത്തില്ല, എനിക്ക് ഒരു ഓർമ്മയില്ല. അത് ലക്ഷ്മി ചേച്ചി കാണാൻ എന്തായാലും അത്ര ദൂരം പോക്ക് നടക്കത്തില്ല ഇപ്പോഴും. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുവായിരുന്നു. അപ്പം പ്രസന്ന ചേച്ചി എന്നോട് പാലക്കാട് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് ലക്ഷ്മിയുടെ അടുത്തുനിന്ന് പോകാം, നമ്പറൊക്കെ താന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്പറൊക്കെ കൊടുക്കാൻ ഒരു രണ്ടുപേരും കൂടെ കണ്ടു. ഇത് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. വിളിച്ച് നോക്കാം. കഴിക്കാൻ തുടങ്ങുമായിരുന്നു. കഴിച്ചു കഴിഞ്ഞൊന്നും അറിയത്തില്ല, നോക്കട്ടെ. എന്തുവാടാ? വെറുതെ അവിടെ കിടന്ന് അടി മേടിച്ച് ചുരുളരുതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ലോട്ടറി അടിച്ചു 5000 രൂപ. മാമനെ വിളിച്ചോ നീ? വാട്സാപ്പിൽ വിളിക്കണം മാമന്. മുത്തിനെ ഇന്നലെ വീഡിയോക്കകത്ത് കാണാത്തോണ്ട് എല്ലാവർക്കും വിഷമമായിരുന്നു കേട്ടോ. വേണ്ട മുത്ത്, വേണ്ട മുത്ത്. എവിടാ കാണുന്നത്? ഹായ് പറ, ഹായ് പറ. ആ ശരി, ഗുഡ് നൈറ്റ്. ഉമ്മ ചക്കര ഉമ്മ. ശരി, ആവിയൊക്കെ പോയി നോക്കട്ടെ റെഡിയായിരുന്നു. കാണിക്കാം. നമ്മുടെ കുക്കർ ബിരിയാണി റെഡിയായി. ഇനി നമുക്ക് കഴിക്കാം. സാലഡ് ഉണ്ടാക്കി, പിന്നെ പപ്പടം ഉണ്ട്. കഴിച്ചാലോ? അമ്മമ്മയോട് പറ വരെ ഇച്ചിരി കഴിക്കാൻ പറ. വിളിച്ചേ അമ്മമ്മ. മോനുകുട്ടൻ കഴിക്കാനിരുന്നു. എനിക്ക് വിളമ്പട്ടെ. പപ്പടവും സാലഡ്. ഇന്നത്തെ നമ്മുടെ അത്താഴം ഇതാണ്. പതിവ് പോലെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കേട്ടോ. പിന്നെയും പറയുകയാണ്, ആരും പരിഭവിക്കുകയും പിണങ്ങുകയും ഒന്നും ചെയ്യരുത്.
നമുക്ക് ചുറ്റും നടക്കുന്ന ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദുരന്തങ്ങളും അപകടങ്ങളും ആപത്തുകളും ഒക്കെ. അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നത് നമുക്ക് പരസ്പരം സ്നേഹിക്കാനും സന്തോഷിക്കാനും ഉള്ളതിൽ സമാധാനത്തോടെ ജീവിക്കാനും വേണ്ടിയുള്ള ഒരു അവസരമാണെന്ന് കരുതുക. പരസ്പരം സ്നേഹിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. ആരും വൈരാഗ്യപ്പെടണ്ട. എല്ലാവരെയും ദൈവം കാക്കട്ടെ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ. ഓക്കെ, ബായ്. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.